എല്ലാവർക്കും ഇന്ന് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു എഗ് ബിരിയാണി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 2 തക്കാളിക്ക, 5 സവാള, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെള്ളം ചൂടാകുമ്പോൾ ഞാൻ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, കുറച്ച് പെരുംജീരകവും കൂടി ഇട്ടിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 2 ഗ്ലാസ് അരി കഴുകി വൃത്തിയാക്കി അതിലോട്ട് ഇടുന്നു. ഇതിലേക്ക് ഞാൻ 1 മുറി നാരങ്ങ നീരും കുറച്ച് 1 സ്പൂൺ ഉപ്പും ഇട്ടിട്ടുണ്ട്. ഈ റൈസ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മറ്റൊരു പാത്രം എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോൾ 5 മുട്ട കഴുകി വൃത്തിയാക്കി ഇട്ട് പുഴുങ്ങിയെടുക്കാം. മുട്ടയ്ക്കകത്ത് അല്പം നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്, മുട്ട പൊട്ടിപ്പോകാതിരിക്കാൻ. ഇനി നമുക്ക് റൈസ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. നമ്മളത് മറ്റൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കുന്നു. അതോടൊപ്പം തന്നെ മുട്ട പുഴുങ്ങി എടുത്തതും തോട് കളഞ്ഞെല്ലാം വൃത്തിയാക്കി വെച്ചു. റൈസ് എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. എന്നിട്ട് ഒരു പാൻ അടുപ്പേ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് സവാള അതിലോട്ടിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. സവാള ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലോട്ട് ഇട്ട് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് വാടി വരുന്നതിന് വേണ്ടി നമ്മൾ ഒരു അടപ്പ് വെച്ച് അടച്ചു വെക്കുന്നു. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് ഇളക്കാം. നല്ലതുപോലെ ഇളക്കാം. ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിനകത്തോട്ട് കുറച്ച് കരിയാപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് വാടി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഒരടപ്പ് കൊണ്ടൊന്ന് മൂടി ഒരാവി വരുത്താം. 3 സ്പൂൺ ബിരിയാണി മസാലയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കി ചേർക്കാം. ഈ എരിവ് വേണമെന്നവർക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കഴിക്കുന്നതിന് ഈ മസാലപ്പൊടിയുടെ ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ചേർത്താൽ മതി. ഇനി നമ്മൾ ഇത് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഈ മസാലയ്ക്കകത്തോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് നല്ലതുപോലെ ഇളക്കി വഴറ്റി എടുക്കുന്നു. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസ് ഈ മസാലക്കൂട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നല്ലൊരു സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുകൂടാതെ കൊണ്ട് പുതിനയില, കശുവണ്ടി, നേരത്തെ എടുത്ത മസാലയുടെ കുറച്ച് ഭാഗം എടുത്തു വെച്ചിരുന്നത് ഇതിലോട്ട് നല്ലതുപോലെ ചേർത്ത് കൊടുക്കുന്നു. 1 സ്പൂൺ നെയ്യും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്തതിന് ശേഷം നമ്മളതൊന്ന് അടപ്പ് വെച്ച് അടച്ച് ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട് ഒരാവി വരുത്തണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളത് എടുത്ത് നല്ലതുപോലെ അടി കൂട്ടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മസാലയെല്ലാം കൂടെ ചേർത്ത് വരത്തക്ക പോലെ യോജിപ്പിച്ച് ഇതെല്ലാം ഒരുവിധം നല്ല സെറ്റായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുകയും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.